വേറെ ഒരൊറ്റ ചാനലിന് കിട്ടാത്ത ഒരു വാർത്തയാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതൊന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കേണ്ട സമയമായിരിക്കും. നമ്മുടെ ചാനലിൻ്റെ അന്വേഷണത്തിൽ കിട്ടിയ ആരും വെളിപ്പെടുത്താത്ത കാര്യങ്ങളാണ്. പക്ഷെ അയാഥാർത്ഥമായ കുറേ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ യാഥാർത്ഥ്യമായ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ശ്രീ റോയിയുടെ ആത്മഹത്യയെ തുടർന്നുള്ള കാര്യങ്ങളാണ്. അറിയാമല്ലോ സാർ, ക്രിസ്റ്റൽ ഗ്രൂപ്പ് ശ്രീലത നമ്പൂതിരിയുടെയും ഭർത്താവിൻ്റെയും ഉടമസ്ഥയിലുണ്ടായിരുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ 2000-ന് മുൻപേ തന്നെ ഉണ്ടായിരുന്നു. 2000-ഓടുകൂടി അവർ സജീവമാകുന്നു. ഈ സജീവമായി അവർ ബാംഗ്ലൂരിൽ അവരുടെ ഹെഡ് ഓഫീസ് തുറക്കുന്നു. ബാംഗ്ലൂരിൽ ഹെഡ് ഓഫീസ് തുറക്കുന്നു. അവിടെ നിന്ന് അവർ ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ തുടങ്ങുന്നു. പ്രോജക്റ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ പോപ്പുലർ ആകുന്നു. ഈ മുന്നോട്ട് പോകുന്ന സമയത്ത് ഏകദേശം 2005 റോയ് എന്നൊരു ചെറുപ്പക്കാരൻ അവിടെ ജോലിക്ക് ചെല്ലുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ആദ്യം ചെല്ലുന്നത് PR മാനേജറായിട്ടാണ്. അങ്ങനെ അവിടെ ചെല്ലുന്നു. ഈ സംരംഭം കൂടുതൽ മികച്ച രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു. പടിപടിയായി റോയും അതോടൊപ്പം വളരുന്നുണ്ട്. അപ്പം മിടുക്കനായ ഒരു PR മാനേജറുടെ സേവനം എന്നതിൽ നിന്ന് ഇതിന്റെ മാനേജ്മെന്റിന്, അതായത് നമ്പൂതിരിയുടെ സഹധർമ്മിണിയാണല്ലോ ഇതിലുള്ളത് ക്രിസ്റ്റലിൽ, അവർക്ക് വളരെയേറെ അഭിമാനവും സന്തോഷവും തോന്നി. ലതാ നമ്പൂതിരി. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ വലിയ സ്വാധീനം കിട്ടുകയും ഇവരുടെ എല്ലാം കണ്ണിലുണ്ണിയായി മാറുകയും പരസ്പരമുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് വളരുകയും, അതായത് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരൻ എന്നതിനപ്പുറമുള്ള ഒരു മാനസികമായ പരിഗണന കിട്ടുന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹം എല്ലാമായി വളർന്നു. അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ ബോർഡ് മെമ്പറാക്കി ഇദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നു. ആ പ്രൊമോട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ പണം കൊടുക്കാതെ തന്നെ പാർട്ണർഷിപ്പിലും അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ടായി. അത് സ്വതന്ത്രമായി തീരുമാനം എടുക്കാവുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ മാറ്റി. അപ്പൊ അദ്ദേഹം ഒരു വലിയ അധികാര കേന്ദ്രമായിട്ട് ഇവിടെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വളരെ വലിയ പിന്തുണ കിട്ടി. നമ്പൂതിരിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്നും പരിപൂർണമായൊരു പിന്തുണ കിട്ടി. അപ്പൊ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ശ്രീലതയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറുപ്പക്കാരൻ തൻ്റെയും ഭർത്താവിൻ്റെയും സ്ഥാപനത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും കൂടുതൽ മതിപ്പിന് കാരണമാകുമല്ലോ. അതുകൊണ്ടായിരിക്കും അവരെക്കുറിച്ച് പലരും പലതരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. അതെന്ത് തന്നെയായാലും അതിലേക്ക് നമ്മൾ പോകുന്നില്ല. 2025-26 വരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം 500 കോടിയിലേറെ രൂപയുടെ വിറ്റുവരവ് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊരു നിസ്സാരമായ കാര്യമല്ല. 2005-2006 കാലഘട്ടത്തിലെ ഈ മണി വാല്യൂ വെച്ച് നോക്കുമ്പോഴും ഫ്ലാറ്റുകൾ ഇന്നത്തെ പോലെ ഇത്രയും പോപ്പുലർ അല്ലല്ലോ. വർഷം എത്ര പിന്നിലേക്ക് പോകണം? 20 വർഷത്തോളം നമ്മൾ പിന്നിലേക്ക് പോകണ്ടേ. അപ്പോൾ അവർ 500 കോടിയുടെ വിറ്റുവരവ് എന്ന് പറയുമ്പോൾ ഇവര് ഒരു വലിയ ഗ്രൂപ്പായി, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച വലിയൊരു ഗ്രൂപ്പായിട്ട് ഇവർ മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതിനിടയിൽ 2007-ന്റെ അവസാനവും 2007-ന്റെ തുടക്കവുമായൊരു കാലഘട്ടത്തിൽ പെട്ടെന്നൊരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നു. അതായത് ഇവരുടെ വിറ്റുവരവ് ഒരു 30-40 കോടി രൂപയായിട്ട് ചുരുങ്ങിയാണ് ചെയ്യുന്നത്. വലിയൊരു വീഴ്ചയല്ലേ സാർ അത്? അതായത് 10% താഴെയിലേക്ക് സംഭവം മാറുകയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ആ കാരണം എന്ന് പറയുന്നത് ഇവരന്വേഷിച്ചു. എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്? അന്വേഷണത്തിൽ അവസാനം റോയിയുടെ ചില ഇടപാടുകളാണ്, ദുരൂഹമായ ഇടപാടുകളാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹവുമായിട്ട് ഒരു വലിയ തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എന്നുവെച്ചാൽ വാക്കുതർക്കമുണ്ടായി. ഈ വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം റോയി അവിടെ നിന്ന് ഇറങ്ങിയതാണെന്ന് പറയുന്നു, ഇറക്കി വിട്ടതാണെന്ന് പറയുന്നു. 2 രീതിയിലാണെങ്കിലും അദ്ദേഹം പോയി. അദ്ദേഹം പോയപ്പോൾ ഈ ഓഫീസിലുണ്ടായിരുന്ന ഏറ്റവും മിടുക്കന്മാരായ അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യൻ്റായ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ നെടുന്തൂണുകളായ 30-ലേറെ ആൾക്കാരെയും അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടി എന്നാണ് ആരോപണം. അതായത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ തകർച്ചയ്ക്ക് ഇത് ആധികാരികമായിട്ടുള്ള സോഴ്സുകളാണ്. ഞാനിത് ആവർത്തിച്ച് ചോദിക്കാൻ കാര്യം, ഈ ഗ്രൂപ്പിന്റെ, അതായത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ജോസഫ് ഇത് നിഷേധിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും യൂട്യൂബ്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു കേസ് കൊടുത്താൽ അതിനെ ഖണ്ഡിക്കാനുള്ള
സോഴ്സുകൾ നമുക്കുണ്ടോ, റിലയബിലിറ്റി പിന്നെ നമുക്ക് ഉണ്ടല്ലോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർ അതിന് മുൻപ് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്നത് മാത്രം നോക്കിയാൽ പോരെ. അത് ഞാൻ പറഞ്ഞല്ലോ, ആരോപണമാണ്. കൊണ്ടുപോയതാണോ തനിയെ പോയതാണോ എന്നുള്ളത് നമ്മൾ പറയുന്നില്ല, നമുക്കറിയാം. പക്ഷെ അവര് ഇതിനു മുൻപ് ക്രിസ്റ്റൽ ഗ്രൂപ്പിലാണ് ജോലി ചെയ്യുന്നത്. അതിൽ നിന്ന് ബാക്കി കാര്യങ്ങളും വായിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ ഇവര് ഈ സംഭവം ഉണ്ടായി. അപ്പോൾ ക്രിസ്റ്റൽ ഈ സന്ദർഭത്തിൽ ആകെ പെട്ടുപോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റുവരവ് കുറഞ്ഞു. അവരുടെ പുതിയ ഇവർക്ക് ധാരാളം പ്രോജക്റ്റുകൾ ഈ സമയത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് ഓർക്കണം. ഈ സമയത്ത് അവർ പോലും അറിയാതെ മറ്റൊരു കാര്യം ഇവിടെ നടക്കുന്നു. അതായത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് തകർന്നു എന്ന് പറഞ്ഞ് വലിയ റൂമർ ഇറങ്ങുന്നതിനിടക്ക് ഈ റൂമർ ഇറക്കിയതിന്റെ പിന്നിൽ ആരാണ് എന്നൊരു ചോദ്യം ഇവിടെ. ആരോ PR വർക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ആള് തന്നെ ആയിരിക്കും. ക്രിസ്റ്റലിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരും ക്രിസ്റ്റലിനോട് നിലവിൽ ഇപ്പോൾ പെട്ടെന്ന് വൈരാഗ്യം ഉണ്ടാകാൻ ആരാണോ കാരണക്കാർ അവരാണ് അതിന്റെ പിന്നിലെന്നാണല്ലോ സ്വാഭാവികമായിട്ടും എല്ലാവരും വിശ്വസിക്കാൻ സാധ്യത. അങ്ങനെ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പതനം പൂർണ്ണമാകാൻ വേണ്ടിയുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി മറ്റ് ബിൽഡേഴ്സിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ പണം ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചേഴ്സ് ആവശ്യപ്പെട്ടു. ഇവരുടെ അവസ്ഥ മോശമായതുകൊണ്ടും നിക്ഷേപകർ നിരന്തരം ഈ ഓഫീസിൽ കയറി ഇറങ്ങി ബഹളമുണ്ടാക്കുന്നതുകൊണ്ടും ഇവരുടെ പ്രോപ്പർട്ടികൾ പലതും ജപ്തി ചെയ്യുന്നതുകൊണ്ടും ആരും ഇതിന് തയ്യാറായില്ല. അങ്ങനെ ഇരിക്കെ നമുക്കറിയാം, ഈ സന്ദർഭത്തിലാണ് ഈ ശാന്തിമഠം ബിൽഡേഴ്സിന്റെ മിസ്റ്റർ രാധാകൃഷ്ണൻ രംഗപ്രവേശം ചെയ്യുന്നത്. മറ്റേത് KE നമ്പൂതിരിയാണ് അല്ലേ? അപ്പൊ രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ രാധാകൃഷ്ണൻ ആ സമയത്ത് ഗുരുവായൂരിൽ ഒരു പ്രോജക്റ്റ്, ശാന്തിമഠം പ്രോജക്റ്റ് പരസ്യമൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. എന്താണ് ആ പരസ്യം ഓർക്കുന്നുണ്ടോ? പരസ്യമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വലിയൊരു നിക്ഷേപവും ഗുരുവായൂർ നിക്ഷേപവും ഒപ്പം സുരക്ഷിത വരുമാനവും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇതുകൂടാതെ ഒരു ഓഫർ കൂടെ ഉണ്ടായിരുന്നു. ഈ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രോജക്റ്റിൽ ഭാഗമാക്കുന്നവർക്ക് തമിഴ്നാട്ടിൽ 5 ഏക്കർ കൃഷി ഇടവും ഇതിനോടൊപ്പം സൗജന്യമായിട്ട് കൊടുക്കുമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ശാന്തി മഠത്തിന്റെ വാഗ്ദാനം ഈ രീതിയിൽ നിൽക്കുന്ന, അവർ വലിയ പോപ്പുലറായിട്ട് നിൽക്കുന്ന സമയത്താണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ സമയത്ത് ശാന്തിമഠം പെട്ടെന്ന് തന്നെ ഈ പരസ്യം കൊണ്ട് തന്നെ ശാന്തിമഠം 2 ദിവസം കൊണ്ട് പത്രങ്ങളിൽ അവർ പരസ്യം ചെയ്തു, മുൻപേ പരസ്യം ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് 18 വില്ലകളാണ് അവരുടെ ബുക്കിംഗ് ആയത്. ഇതുകൂടാതെ അതിന് 35 ലക്ഷം രൂപയുടെ 1200 സ്ക്വയർ ഫീറ്റ് വില്ലകളുടെ പുതിയ പ്രോജക്റ്റ് അവർ മമ്മിയൂരിൽ അനൗൺസ് ചെയ്യുന്നു. പക്ഷേ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഇവരോട് നിക്ഷേപം ആവശ്യപ്പെട്ടിരിക്കുന്ന സമയം ഇതുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. മമ്മിയൂരിൽ ഇത് ആവശ്യപ്പെടുമ്പോൾ മമ്മിയൂരിനടുത്ത്, അതായത് ഗുരുവിനടുത്ത് തന്നെയുള്ള ഇവര് ഏകദേശം 200 വില്ലയ്ക്ക് വേണ്ടിയാണ് ഇവർ ഈ പ്രോജക്റ്റ് ഇട്ടത്. അതിനുവേണ്ടി നിരവധി ഏക്കർ സ്ഥലം ഇവർ വാങ്ങിക്കാനായിട്ട് അഡ്വാൻസ് കൊടുത്തു. ഈ കൊടുത്ത സ്ഥലം നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ, ഈ മുനിയറയൊക്കെ എന്ന് കേട്ടിട്ടില്ലേ, അതേപോലെ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾക്ക് വേണ്ടി അക്വയർ ചെയ്തൊരു സ്ഥലമായിരുന്നു. അതോടുകൂടി ശാന്തിമഠം ഗ്രൂപ്പ് അതിൽ പെടുകയും അതിന്റെ ഭാഗമായിട്ട് കേസുകൾ വരികയും അവരുടെ നിക്ഷേപകർ അവരോട് പണം ചോദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവരുടെ ആ ബിസിനസ് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഈ സമയത്താണ് ഇതും അറിയാതെ ഈ നമ്പൂതിരി ചെന്ന് അവരോട് ടൈപ്പ് ആകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ക്രിസ്റ്റൽ ഗ്രൂപ്പിനോട് ശാന്തിമഠം ഏകദേശം എന്ന് പറയുന്ന 10 കോടിയോളം രൂപ തന്നാൽ നമ്മൾക്ക് ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് കൊടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ക്രിസ്റ്റലിന്റെ അവസ്ഥയിൽ തന്നെയാണ് ശാന്തിമഠം എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണെന്ന് മനസ്സിലാക്കി ഇവർ ആ പണം കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇവർക്ക് പിന്നെ, അതായത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് അവരുടെ ആസ്തികൾ തുടർച്ചയായിട്ട് വിൽക്കേണ്ടി വന്നു. ആസ്തികൾ വിൽക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്ക് വലിയൊരു അപകടം നടന്നു. അതായത് ഈ റോയി ഇവിടെ നിന്ന് പോയതിനു ശേഷം ഇവരുടെ ഈ വസ്തുക്കളുടെ എല്ലാം ഡോക്യുമെന്റ്സ് ഇവരുടെ ഓഫീസിലുണ്ടായിരുന്നല്ലോ. റോയി പോയതിനു ശേഷം ഇതിന്റെ ഒന്നും ഒറിജിനൽ അവിടെ കാണാനില്ലാതെ വന്നു. ഇതോടുകൂടി ഇവർക്ക് കേസോ അല്ലെങ്കിൽ ലോണോ, അല്ല കേസ് കൊടുക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ നമുക്കിപ്പോൾ കേസിൽ നിൽക്കുമ്പോൾ വസ്തു വിറ്റ് നമുക്ക് പണം കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ ലോൺ എടുക്കാം. പക്ഷെ ഒറിജിനൽ ഡോക്യുമെന്റ് ഇല്ലാതെ, മെയിൻ ഡോക്യുമെന്റ് ഇല്ലാതെ ഇത് എന്ത് ചെയ്യും? അങ്ങനെ വന്നപ്പോൾ ഇവരാകെ സ്റ്റക്കായി പോയി. ഇവർക്ക് ഇവരുടെ ആസ്തിയേക്കാൾ കൂടുതൽ, ക്രിസ്റ്റലോ അതോ ശാന്തിമഠമോ അതോ രണ്ടുമോ? അല്ല, ശാന്തിമഠം അവിടെ തീർന്നു പൊട്ടി. അപ്പൊ ശാന്തിമഠത്തെ, അപ്പൊ ഞാനൊരു സംശയം ചോദിക്കും. ആ ഗ്രൂപ്പിൽപ്പെട്ട ശാന്തിമഠത്തിന്റെ വീടുകളൊന്നും നടപ്പായില്ല. ശാന്തിമഠം ഈ മുനീറയുമായിട്ട് ബന്ധപ്പെട്ട ആർക്കിയോളജിക്കൽ സർവേ കേസിൽ
ഒന്നും വന്നിട്ടില്ല. ഒരു വീട് പോലും ഇപ്പൊ മമ്മൂരിലില്ല. ഇപ്പൊ അവർക്ക് പ്രൊജക്ട് ഇല്ല. അവരും ഞാനിത് കണ്ടിട്ട് ഒരെണ്ണം ഒന്ന് ബുക്ക് ചെയ്തായിരുന്നെങ്കിൽ ഇത് സ്വപ്നം കണ്ടിരുന്ന വ്യക്തി. ഇപ്പൊ എനിക്ക് അന്ന് എനിക്ക് സമാധാനം. അപ്പൊ അതിനുശേഷം എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അപ്പൊ ക്രിസ്റ്റലിന് വേറെ ഓപ്ഷൻ ഇല്ല, വസ്തു വിൽക്കണ ഇല്ല. പക്ഷെ ക്രിസ്റ്റൽ നോക്കുമ്പോൾ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒന്നും റോയ് പോയതിനു ശേഷം അവരുടെ ഓഫീസിൽ നിന്ന് അവർക്ക് കണ്ടുകിട്ടാൻ പറ്റിയില്ല. അത് ആരാണ് കൈക്കലാക്കിയെന്ന് അവർക്ക് സംശയം, ആരാണെന്ന് വരെ അന്വേഷണം തുടങ്ങി. പക്ഷെ ഈ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല, കാരണം ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷെ ആ സമയം കൊണ്ട് ഇവർ ഈ ബാധ്യതയിൽ നിന്ന് ഇവർക്ക് കൂരണമല്ലോ. ഇവരുടെ ഇടപാടുകാർക്ക് കേസ് കൊടുക്കുകയും ബഹളങ്ങളൊക്കെ അങ്ങനെ വന്നപ്പോൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തൽക്കാലം മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇവർ കേസ് നടത്തുന്ന ആൾക്കാർക്ക് വസ്തു വിറ്റ് കൊടുക്കണമെങ്കിൽ ഈ വസ്തുവിന്റെ ഒറിജിനൽ ടൈറ്റിൽ ഇല്ലാതെ അവർക്ക് വിൽക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് അവർ വന്നു. ഇപ്പോൾ ആ രീതിയിൽ ആണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒറിജിനൽ ഡോക്യുമെന്റ്സ് അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ക്രിസ്റ്റലിന്റെ ബാധ്യതകൾ എത്രയാണോ അതിനേക്കാൾ കൂടുതൽ ആസ്തി ഉണ്ടായിട്ടും ആ ആസ്തിക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം കാലത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ പ്രത്യക്ഷപ്പെടാതെ നിൽക്കുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. ശാന്തിമഠത്തിന്റെ ആളും ജീവിച്ചിരിപ്പുണ്ട്. ശാന്തിമഠത്തിന്റെ എല്ലാം ഞാൻ പറഞ്ഞത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. ചിലർ പറയുന്നവരെ ഒന്നിച്ചല്ല, വെവ്വേറെയാണ് എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് പറയുന്നവരുടെ അവരുടെ സ്വകാര്യം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഇപ്പൊ ഇതിലുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്റ്റലിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എങ്ങാനും റോയിയുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോഴവിടെ നടന്ന റെയ്ഡ് കൊണ്ട് ഇവർക്ക് ഗുണപ്രദമാകുന്ന ഒരു സംഭവം ഉണ്ടാകും. കാരണം ഒറിജിനൽ ഡോക്യുമെന്റ് അവിടെ ഉണ്ടെങ്കിൽ അത് ഇവർക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ തിരിച്ചു കിട്ടിയാൽ ഇവർക്ക് ഈ 2015 ശേഷം രംഗത്ത് വരാത്ത ഈ ശ്രീലത നമ്പൂതിരിക്കും അതേപോലെ തന്നെ ഭർത്താവിനും തിരിച്ചു വരുവാനും അവരുടെ ആസ്തികളെല്ലാം വിറ്റ് ഒറിജിനൽ ടൈറ്റിലോടുകൂടി ആസ്തികളെല്ലാം വിറ്റ് കാര്യങ്ങൾ ഭംഗിയാക്കി ചെയ്യുവാനും പറ്റും എന്നുള്ളതാണ്. ഇവർ ഈ നമ്പൂതിരിയെ കുറിച്ച് പറയുമ്പോൾ ഇവർ സത്യസന്ധമായിട്ടാണ് ബിസിനസ് നടത്തിയിരുന്നത്. ഇവരിപ്പോ ബാംഗ്ലൂരിലാണുള്ളത് അല്ലേ? ഇല്ല, അവർ എവിടെയാണെന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് വെളിപ്പെടുത്തുന്നത് അല്ല. നമ്മളിപ്പം ചർച്ച ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങൾ കാണുന്ന അമേരിക്കയിൽ ധാരാളമുണ്ട്. ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ അമേരിക്കയിലുണ്ട്, വിജയകരമായിട്ട് നടത്തുന്ന റിയൽ എസ്റ്റേറ്റ്. അതുകൂടാതെ നമ്മൾ കാണുന്ന മുംബൈയിലുണ്ട്, കൽക്കട്ടയിലുണ്ട്, കൊച്ചിയിലും കാണിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഉണ്ട്. പക്ഷേ ഇവരെവിടെയാണെന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ നമ്മൾ വേണമെന്നില്ല. പക്ഷേ വേറൊരു കാര്യം കൂടെ ചോദിക്കാം. ഈ പ്രേക്ഷകർ ഒരുപാട് സോഷ്യൽ മീഡിയ കണ്ടിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഈ ലതാ നമ്പൂതിരിയും അതുപോലെ തന്നെ നമ്മുടെ ഈ കോൺഫിഡൻറ്റ് റോയിയും അവർ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു, വിവാഹബന്ധം വരെയാണ് ചാനലുകൾ പറയുന്നത്. അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതെന്തെങ്കിലും താങ്കളുടെ സോഴ്സിൽ ലഭ്യമാണോ? യാതൊരു വിവാഹബന്ധവും ഉണ്ടായിട്ടില്ല. അവർ തമ്മിൽ, ഞാൻ ആ ഭാഷയാണ് ഉപയോഗിക്കുന്നത്, അവർ തമ്മിൽ വിവാഹബന്ധം ഉണ്ടായിട്ടില്ല. മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മളുടെ മാറ്റമില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വലിയ ആവേശവുമില്ല. സമപ്രായക്കാരായിരുന്നു, സമാന പ്രായക്കാരായിരുന്നു, വലിയ പ്രായ വ്യത്യാസം. ശ്രീലത നമ്പൂതിരിയെ സംബന്ധിച്ചിടത്തോളം അവർ അതീവ സുന്ദരിയും ആര് കണ്ടാലും ഒന്നിലധികം തവണ അവർ തിരിഞ്ഞു നോക്കുന്ന രീതിയിൽ അത്രമാത്രം സൗകുമാര്യമുള്ളൊരു യുവതിയായിരുന്നു. കണ്ടിട്ടുണ്ടോ? അങ്ങ് കണ്ടിട്ടുണ്ടോ? ഞാൻ അവരുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല, ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ അതീവ സുന്ദരിയായ, സൗമ്യയായ, നല്ല ഒരു സ്വഭാവത്തിന്റെ ഉടമയായ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ പിന്നാമ്പുറങ്ങളിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ഈ നമ്പൂതിരി ശാപം, ബ്രാഹ്മണ ശാപം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് കർമ്മയാണ്. അത് കാലാകാലം തലയ്ക്കുമീതെ അവർക്കെതിരെ ആര് തെറ്റ് ചെയ്താലും നിലനിന്ന് ഒരു ഡെമോക്ലോസിന്റെ വാള് പോലെ. അതിന്റെ ഒരു കാര്യം കൂടെ ഞാൻ വിശദീകരിക്കാം. ബ്രഹ്മഹത്യ പാപം എന്നൊക്കെ പറയുന്നത്, ഈ ബ്രഹ്മഹത്യ പാപം എന്ന് അവിടെ പറയാൻ കാര്യം, വളരെ ശുദ്ധ ഹൃദയത്തോടു കൂടി വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചും അതനുസരിച്ചും ജീവിക്കുന്ന ആളെക്കുറിച്ച് മാത്രം അസത്യം. എന്നാൽ കള്ളത്തരങ്ങളും കാണിച്ച് കാപഠ്യവും കാണിച്ച് കൊലപാതകവും നടത്തിയാൽ ഒരു നമ്പൂതിരിയും ബ്രാഹ്മണനല്ല, പിന്നെ അവൻ ചണ്ടാലനാണ്. അങ്ങനെയാണ് നമ്മുടെ വർണ്ണാശ്രമ ധർമ്മത്തെ വിഭജിച്ചിട്ടുള്ളത്. അത് പിൽക്കാലത്ത് പിന്നെ ഒരു ജാതി പരമ്പരയായിട്ട് പിന്നെ നെഹ്റു കുടുംബം സ്വന്തമായിട്ട് പ്രധാനമന്ത്രി പദങ്ങൾ ഏറ്റെടുക്കുന്ന പോലെ ആരോ അതിനെ പിന്നെ അത് വ്യഭിചരിച്ചിട്ട് അത് അങ്ങനെയാക്കി തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം കർമ്മം കൊണ്ട് മാത്രമാണ്, കർമ്മം കൊണ്ട് ഏതൊരുത്തനും ബ്രാഹ്മണനായി തീരുകയും ഏതൊരുത്തനും ചണ്ടാലനായി തീരാൻ സാധ്യതയുമുള്ള അവരവരുടെ കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യത്തിൽ അവരുടെ സത്യത കൊണ്ട് നിൽക്കുന്ന കൊണ്ടാണല്ലോ അവർക്കെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ തിരിച്ചടിയെല്ലാം ഉണ്ടാകുന്നു. അപ്പൊ അതൊരു ശുദ്ധഹൃദയനായിട്ടുള്ള ഒരു മനുഷ്യനോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും റോയിയാക്കിയത്. അതെ, വർണ്ണാശ്രമ ധർമ്മങ്ങളും ജാതിയും എല്ലാം മറന്നുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ശുദ്ധനായ ഒരു മനുഷ്യനോട്
തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റോയി ആക്കിയത് പിന്നെ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒരു ആവിർഭാവത്തിനെല്ലാമുള്ള സ്രോതസ്സായി മാറിയത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ആണെങ്കിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് റോയി പോയതിനു ശേഷം എന്തുകൊണ്ട് തകർന്നു, എങ്ങനെ അവർ ഈ വലിയൊരു പതനത്തിലേക്ക് എത്തി എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട്. ആ ദുഃഖത്തിന്റെ മറുപടി ഒരു പക്ഷേ കറങ്ങി തിരിഞ്ഞ് ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോ താങ്കൾ നല്ല സോഴ്സിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസനീയമായ റിലയബിൾ സോഴ്സിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും യു സ്റ്റാൻഡ് ബൈ ദാറ്റ്, ഇസ്ന്റ് ഇറ്റ്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. ഇപ്പോൾ ബലൂചിസ്ഥാൻ മോചിതമായി ബംഗ്ലാദേശ് പോലെ ഏകദേശമായി. ഇനി പാകിസ്ഥാൻ തിരിച്ചു പിടിക്കുന്നെങ്കിലേ ഉള്ളൂ. ഇപ്പം ഇന്ത്യ ഇടപെട്ട് കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ ഉറപ്പായിട്ടും പാകിസ്ഥാനിൽ നിന്ന് ഒരു പ്രതിരോധം കൂടെ തീർത്താൽ മതി. പ്രതിരോധം കൂടെ അവിടെ തീർത്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ അങ്ങോട്ട് അടുക്കാനും പറ്റില്ല. വാസ്തവത്തിൽ അത് തന്നെ ചെയ്യേണ്ടത്. ഇന്ത്യ അതിൻ്റെ സാമാന്യ മര്യാദ കൊണ്ടും ജനാധിപത്യ രാജ്യമായതുകൊണ്ടും മര്യാദയുള്ള രാജ്യമായതുകൊണ്ടും തെമ്മാടി രാഷ്ട്രമല്ലാത്തതുകൊണ്ടും അത് ചെയ്യുന്നില്ല, അല്ലേ? ഇന്ത്യയുടെ ഒരു പാരമ്പര്യം അങ്ങനെയാണല്ലോ. ഇപ്പൊ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് ഇറാൻ വരെ നമ്മളുടെ ഭൂപ്രദേശമായിരുന്നു. അപ്പൊ അതിലെ ഒരു ഗണ്യമായ ഒരു ഭാഗം അല്ലെങ്കിൽ ആ സംസ്കാരത്തിലുള്ള ഒരു പ്രദേശം തന്നെയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പൊ ബലൂചിസ്ഥാൻ ഇപ്പൊ സ്വതന്ത്രമാകാനുള്ള കാരണം എന്ന് കുറെ നാളുകളായിട്ട് നമുക്കിപ്പോൾ അറിയാം. പാകിസ്ഥാൻ അവർ അവഗണിച്ചുകൊണ്ട് അതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് അവർ സ്വതന്ത്രമാകാൻ തീരുമാനിക്കുന്നു. 40% 45% വരുന്ന പാകിസ്ഥാന്റെ ഈ ഭൂവിഭാഗം സ്വതന്ത്രമാകുന്നതോടുകൂടി ഏഷ്യയിലെ രാഷ്ട്രീയ നയതന്ത്ര കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റം വരാൻ പോവുകയാണ്. അതാണ് നമ്മൾക്കിവിടെ ചർച്ച ചെയ്യാനായിട്ട് അനുയോജ്യമായൊരു ഭാഗമെന്നാണ് കരുതുന്നത്. ശരിയല്ലേ? പാകിസ്ഥാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു വലിയ ഏജന്റ് ആയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാകിസ്ഥാൻ നേരെ പകുതിയാകുമ്പോൾ അവരുടെ ഏറ്റവും ഫലഭൂയിഷ്ടമായ സമ്പന്നമായ ഒരു പ്രദേശം വേർപെട്ട് സെപ്പറേറ്റ് ആയ ഒരു രാജ്യമാകുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വേർപെട്ടപ്പോൾ ഉണ്ടായ അതേ സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് പാകിസ്ഥാന് ഇപ്പൊ ബലൂചിസ്ഥാൻ ഇന്ത്യയുമായിട്ട് അതിർത്തിയില്ല. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ, ഇതാണ് ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി കഴിഞ്ഞാൽ അവരുടെ അതിർത്തി. പിന്നെ അറബിക്കടലാണ്. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് തുറമുഖത്തിനും മറ്റുള്ള സാധ്യതയുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പാകിസ്ഥാന്റെയും ബലൂചിസ്ഥാന്റെയും അതിർത്തി ഇനി എങ്ങനെയായിരിക്കും? പാകിസ്ഥാന്റെയും ബലൂചിസ്ഥാന്റെയും അതിർത്തിയോട് ചേർന്നാണ് അഫ്ഗാനിസ്ഥാൻ കിടക്കുന്നത്. ഈ അതിർത്തി എന്ന് പറയുന്നത് ഇപ്പോൾ തർക്കമുള്ളത് ഡ്യൂറന്റ് ലൈനിന്റെ കാര്യത്തിൽ തന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ട് പാകിസ്ഥാൻ അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിന്റെ ഒരു സ്വഭാവമാർന്ന തരത്തിലുള്ള കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിർത്തിയിൽ. അഫ്ഗാനിസ്ഥാനോട് അനുകൂലമായിട്ടൊരു നിലപാടാണ് ബലൂചിസ്ഥാൻ സ്വീകരിക്കുന്നത്. അപ്പോൾ അഫ്ഗാനും ബലൂചിസ്ഥാനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാൻ അവിടെ സീറോ. അപ്പൊ ചോദിക്കും ചൈനയൊന്നും. ചൈന എന്ന് പറഞ്ഞാൽ ചൈനയുടെ താല്പര്യം ബലൂചിസ്ഥാനിലെ അപൂർവ ധാതുക്കളില്ല, മറ്റെങ്ങും ഇല്ലാത്ത ധാതു. പാകിസ്ഥാനുമുണ്ട്. പാകിസ്ഥാനും ആ താല്പര്യം തന്നെയുണ്ട്. പക്ഷെ അവരുടെ സാങ്കേതിക വിദ്യ, അതെ, അവർ പിടിച്ചു നിർത്താൻ നോക്കുന്നത് അതുകൊണ്ടാണ്. അവർക്ക് ഒന്നും കൊടുക്കാതെ അവരുടെ എല്ലാ ഖനിജങ്ങളും അവിടുന്ന് കവർന്നെടുക്കുന്ന രീതിയാണ്.
എന്ന് മാത്രമല്ല അവരെ അതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ അവരുടെ സ്ത്രീകളെ, ബംഗ്ലാദേശിലെ സ്ത്രീകളെ 1971 കാലഘട്ടത്തിൽ എന്ന പോലെ അവരെ ക്രൂരമായ ബലാത്സംഗത്തിനും അതുപോലെ തന്നെ ഒരുപാട് പേരെ കൊല്ലുകയും ചെയ്തു. ഒരുപാട് പേരെ കാണാനില്ല. ബലൂചിസ്ഥാനിലെ ജനസംഖ്യ വളരെ കുറവാണ്. ഈ പറയുന്ന പാകിസ്ഥാൻ്റെ 40% ഉണ്ട്, ഏകദേശം പകുതിയോളം ഉണ്ടെങ്കിലും ജനസംഖ്യ വളരെ കുറവാണ് അവിടെ. ഇവിടെ ഫലഭൂയിഷ്ടം എന്നതിനേക്കാൾ ഖനിജങ്ങൾ ധാരാളമുള്ള, ഖനികൾ ധാരാളമുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ അതിൽ റയറത്സ് ഉണ്ടാവാം. പാകിസ്ഥാൻ ഉണ്ട്. കാരണം ടെക്നോളജി ഒന്നും അവിടെ പാകിസ്ഥാൻ അത് ടെക്നോളജിയെ സപ്പോർട്ട് ചെയ്യാനുള്ള പണമൊന്നുമില്ല. അപ്പം മറ്റുള്ള ചൈന അത് മുതലാക്കിക്കൊണ്ട് പോകുന്നുമുണ്ട്. ചൈനയിലെ റയർ എർത്ത്സ് ഇൻഡസ്ട്രി, അപൂർവ ലോഹധാതുക്കളുടെ ഇൻഡസ്ട്രി കൊഴുക്കുന്നത് ബലൂചിസ്ഥാനിൽ നിന്നുള്ള ചൂഷണം കൊണ്ടാണ്. ബലൂചിസ്ഥാനിലുള്ള തദ്ദേശവാസികൾക്ക് ഇതിനോട് അതിശക്തമായ എതിർപ്പുണ്ട്. ചൈനക്കാരെ അവർക്ക് കണ്ടുകൂടാ, കൊല്ലുന്നുണ്ട്. ചൈനീസ് എഞ്ചിനീയർമാരെ, ഈ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർമാരെ, ടെക്നോക്രാറ്റ്സിനെ ഒക്കെ അവർ കൊല്ലുന്നുണ്ട്. തീർക്കാവുന്നിടത്തോളം തീർക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചെയ്തത് പാകിസ്ഥാന് നേരെ, പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് നേരെ കയറി ആക്രമിച്ചു. ഒരാക്രമണത്തിൽ തന്നെ 80-ലധികം പേര് മരിച്ചതായിട്ടാണല്ലോ പറയുന്നത്. നൈട്രജൻ, അതുപോലെ തന്നെ ഏറ്റവും പുതിയ റിവോൾവറുകൾ, ഇതെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. ഏതോ രാജ്യം അവർക്ക് സപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ രഹസ്യം പറയാം. അതായത് ഇന്ത്യയുമായിട്ട് അതിർത്തിയില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ ഒന്ന് ക്ലാരിറ്റി ചെയ്തിട്ട് ഇതിലേക്ക് വരാം. അതായത് ഇന്ത്യയുമായിട്ട് അതിർത്തി ഇല്ലാത്തൊരു പ്രദേശമാണ്. എന്നാൽ ബലൂചിസ്ഥാനും സ്വതന്ത്രമാകുന്നതോടുകൂടി പാകിസ്ഥാനും ബലൂചിസ്ഥാനും തമ്മിൽ ഒരു അതിർത്തി വന്നു. ഈ അതിർത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി പോലെ അശാന്തമായി ദീർഘനാൾ നിലനിൽക്കും. പാകിസ്ഥാന്റെ സ്വഭാവം അതാണ്. ആ സ്വഭാവത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പുറത്ത്. കാരണം ഇവര് ചിരവൈരികളായിട്ട് മാറും. അപ്പോൾ പാകിസ്ഥാൻ ഏതൊക്കെ പ്രദേശത്തിൽ ശ്രദ്ധിക്കേണ്ടി വരും? അവരുടെ സൈനിക വിഭാഗത്തിന്റെ ഗണ്യമായൊരു ഭാഗത്തെ ബലൂചിസ്ഥാനിൽ കേന്ദ്രീകരിച്ച്, അതായത് ഇന്ത്യയുമായിട്ടുള്ള അതിർത്തിയിൽ കേന്ദ്രീകരിച്ചതിന്റെ ഏകദേശം 60% അതിർത്തി, ഇന്ത്യയുമായിട്ടുള്ള അതിർത്തിയെ വെച്ച് നോക്കുമ്പോൾ ഒരു 60% അതിർത്തി ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ വരും. അപ്പോൾ നിരന്തരമായിട്ട് നമ്മളുടെ ഭാഗത്തുള്ള അവരുടെ ശ്രദ്ധ കുറയുകയും ആ ശ്രദ്ധ കൂടെ ഇങ്ങോട്ട് കേന്ദ്രീകരിക്കുകയും ചെയ്യേണ്ടി വരും. സാമ്പത്തികമായിട്ട് മോശം അവസ്ഥയിലുള്ള പാകിസ്ഥാൻ പട്ടാളവും പാകിസ്ഥാൻ ഭരണകൂടവും കടുത്ത വെല്ലുവിളിയാണ് നേരിടാൻ പോകുന്നത്. കാരണം ബലൂചിസ്ഥാനെ അവര് അംഗീകരിക്കാനായിട്ടുള്ള യാതൊരു സാധ്യതയുമില്ല. സ്വയമായിട്ട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇവിടെ ഇന്ത്യയുടെ റോൾ എന്ന് പറയുന്നത്, ഇന്ത്യ നേരിട്ട് ഇതിൽ ഇടപെടുന്നില്ല. പക്ഷേ അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട് ബലൂചിസ്ഥാന്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ധാരാളമായ ധനസഹായം ചെയ്യുന്നുണ്ട് ഈ ആർക്ക്, ബലൂച്ച് ലിബറേഷൻ ആർമിക്ക്, BLAക്ക്. അപ്പോ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്ന് അറിയാലോ, ഇപ്പോഴത്തെ ബന്ധം നല്ല ബന്ധമാണ്, വളരെ നല്ല ബന്ധമാണ്. ആ ബന്ധത്തിൽ അഫ്ഗാനിസ്ഥാന് നമ്മൾ ധാരാളം ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, വെടിക്കോപ്പുകളും പടക്കോപ്പുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പൊ സാറിന് കാര്യം മനസ്സിലായില്ലേ, എങ്ങനെയാണ് കാര്യം പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അതോടൊപ്പം തന്നെ ഇറാന് ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ടൊരു അതിർത്തി എന്ന് പറയുന്നത്, അവർ തമ്മിൽ അതിർത്തി തർക്കമുള്ളതാണ് നിലവിൽ. അതൊരു വലിയ പ്രശ്നമാണ്. ബലൂചിസ്ഥാൻ ഫ്രീ ആകുന്നതോടുകൂടി ഇറാനും ഈ ബലൂചിസ്ഥാനെ അംഗീകരിക്കുമെന്നുണ്ടെങ്കിൽ ഇറാനും ബലൂചിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ശാന്തമാകുകയാണ്. 100% അംഗീകരിക്കും. കാരണം ബലൂചിസ്ഥാനിലുള്ള ആൾക്കാർ ഇറാനും തമ്മിൽ വളരെ സാമ്യമുള്ള ആൾക്കാരാണ്, ഒരേപോലുള്ള ആൾക്കാരാണ്, വളരെ സുന്ദരന്മാരായിട്ടുള്ള ആൾക്കാർ, പോരാട്ട വീര്യമുള്ള ആൾക്കാരുമാണ്. അതുകൊണ്ട് ഇനി മാത്രമല്ല, പാകിസ്ഥാനെ അമേരിക്ക കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും തന്ത്രപ്രധാനമായ പ്രദേശത്ത് കിടക്കുകയും ചെയ്യുന്നു എന്ന് കരുതുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പാകിസ്ഥാന് തുറമുഖ പ്രദേശമുണ്ട്. അതേപോലെ തന്നെ ചൈനയെയും ഇന്ത്യയും കേന്ദ്രീകരിച്ചുള്ള, അല്ലെങ്കിൽ റഷ്യയോടും അടുപ്പമുള്ള ഒരു കേന്ദ്രപ്രദേശം എന്ന രീതിയിലാണ്. പക്ഷെ ഇവിടെ ബലൂചിസ്ഥാൻ വരുമ്പോൾ ബലൂചിസ്ഥാനും തുറമുഖം അല്ലെ കടൽ തീരമുണ്ട്. അപ്പൊ പാകിസ്ഥാൻ ചെറിയൊരു രാഷ്ട്രമായി പകുതിയായിട്ട് വിഭജിക്കുമ്പോൾ പാകിസ്ഥാൻ ലോകരാഷ്ട്രങ്ങളുടെ വലിപ്പത്തിൽ വെച്ച് നോക്കുമ്പോൾ തീർത്തും അപ്രസക്തമായ ഒരു ചെറിയ കുഞ്ഞു പ്രദേശമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആകെയുള്ള ഗുണം അവർക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടെന്നുള്ളതാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ന്യൂക്ലിയർ ബോംബ് 45-ന് ശേഷം ഒരാൾ ഉപയോഗിച്ചിട്ടില്ല എന്നിരിക്കെ തന്നെ അത് ഉണ്ട് എന്നുള്ളത് ഒരു യുദ്ധത്തിന്റെ അവസാന വക്കിൽ ആത്മഹത്യകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പാകിസ്ഥാൻ അത് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം. ഏത് രാജ്യത്തിനെതിരെ ഉപയോഗിച്ചാലും പിന്നെ പാകിസ്ഥാൻ ഉണ്ടാകില്ല. അത് ഉപയോഗിക്കേണ്ട, അതിന്റെ ബട്ടൺ അമർത്തേണ്ട. അസീം മുനീർ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഈ ബലൂചുകളുടെ മുമ്പിൽ അടിയറവ് പറയുന്നു. 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ വലിയൊരു ഏറിയ, അപ്പം നമ്മുടെ പട്ടാളത്തിന് പോയി ആക്രമിക്കാൻ പറ്റുന്നു. പിന്നെ അവരുടെ നൈട്രജൻ ആയുധങ്ങളുണ്ട്, അതുപോലെ തന്നെ റിവോൾവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കയ്യിലിരിക്കുന്ന തൂക്കുകൊണ്ട് റിവോൾവറിനെ നേരിടാൻ പറ്റില്ലെന്നുള്ള പരാജയം അദ്ദേഹം സമ്മതിച്ചു. പിന്നെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്.
ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ ഒരു പ്രദേശം, അതായത് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ കാവൽക്കാരായിട്ട് പട്ടാളമുണ്ട്. പിന്നെ കാശ്മീർ അതിർത്തിയിൽ പട്ടാളമുണ്ട്. ഇന്ത്യൻ ബോർഡറിൽ മുഴുവൻ പട്ടാളക്കാരുണ്ട്. ഒരു വിഭാഗം പട്ടാളം പിന്നെ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വേണം, അവിടെ വിന്യസിക്കണം. പിന്നെ ഒരു വിഭാഗത്തിനെ ഇറാന്റെ അതിർത്തിയിൽ വിന്യസിക്കണം. ഇറാന്റെ അതിർത്തി മാറി ഇത് കഴിയുമ്പോൾ ഇപ്പൊ ആവശ്യമാണ്. പിന്നെ ഒരെണ്ണത്തിന് കയറി ഏറ്റിട്ടുണ്ട് ഗാസയിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് അങ്ങോട്ട് അയക്കണം. ഇപ്പൊ എല്ലാം കൂടെ വീതിച്ച് കഴിയുമ്പോൾ നമുക്ക് പറ്റിയൊരവസരമാണ്. നമ്മൾ നേരെ കാശ്മീരിൽ നിന്ന് അങ്ങോട്ട് കയറി അവിടെ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ ചൈന കയറി ഒന്നില്ലേ പണ്ട്, അതുപോലെ അതിൻ്റെ ചുറ്റും അങ്ങ് നമ്മൾ സൈന്യത്തിൻ്റെ ഒരു റെജിമെൻ്റ് അവിടെ അങ്ങ് സ്ഥാപിച്ചാൽ മതി. സ്ഥിരമായിട്ട് അവിടെ അങ്ങ് നിന്നാൽ മതി. ആരും ചോദിക്കാനും പറയാനും വരികയില്ല. കാരണം പാകിസ്ഥാൻ പട്ടാളമില്ല അവിടെ ചോദിക്കാൻ, ഭീകരരും ഇല്ല. ഭീകരരുടെ ക്യാമ്പുകൾ നമ്മൾ നേരത്തെ തകർത്ത് കഴിഞ്ഞു. ഇത് ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പോയിന്റാണ്. തണുപ്പ് കാലവുമാണ്, പറ്റിയ സമയവുമാണ്. അവിടെ അങ്ങ് നമ്മൾ നമ്മുടെ ഇന്ദിരാഗാന്ധിയും നെഹ്റു ഒന്നും ചെയ്യാതിരുന്ന കാര്യം ഇപ്പോൾ ഈ BJP ഗവൺമെൻറ് BJP ഗവൺമെൻറ് വളരെ കരുതലോടുകൂടി കാര്യങ്ങൾ നീക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിലൊന്നും ഇന്ത്യ ഇടപെട്ടിട്ടില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യക്ക് ഏറ്റവും അനുകൂലമായ ഒരു കാര്യമാണ് ബലൂചിസ്ഥാൻ ഫ്രീ ആകുന്നതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ നമ്മളൊരു സൈനിക നീക്കം ആസാദ് കാശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അതേ സമയം അഫ്ഗാനിസ്ഥാനും അതേപോലെ തന്നെ ബലൂചിസ്ഥാനും പാകിസ്ഥാനെതിരെ ഒരു യുദ്ധമുഖം തുറന്നാൽ പിന്നെ നമ്മളെ പ്രതിരോധിക്കാൻ പോലും അവർക്ക് പറ്റുകയില്ല. അതാ സത്യം. അപ്പോൾ ശരിക്കും എനിക്ക് പറ്റി ഇന്ത്യയുടെ അവസരമാണിത്. ശരിക്കും നമുക്ക് നമ്മളൊന്നും ചെയ്യുന്ന അവർ പോട്ട് ബലൂചിസ്ഥാൻ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മുടെ കൈയടക്കിയ സ്ഥലങ്ങൾ നമ്മളിങ്ങനെ ക്ലെയിം ചെയ്യാം. ഇപ്പം ചൈനയും ഇടപെടില്ല. കാരണം അവരുടെ താല്പര്യം ബലൂചിസ്ഥാനിലാണ്. ബലൂചിസ്ഥാൻ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബലൂചിസ്ഥാനുമായിട്ട് അവർ കൂട്ടുകൂടും. അതായിരിക്കും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ആ ജിയോ പൊളിറ്റിക്സ് അതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.